السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين. صدق الله مولانا العظيم. ബഹുമാനികളായ വേദിയിലെ പണ്ഡിത ശ്രേഷ്ഠരായ സുഹൃത്തുക്കളെ, പ്രിയങ്കരായ മുഅ്മിനുകളായ മുസ്ലിമുകളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ശ്രദ്ധേയമായ വിഷയത്തിന്റെ നാനാഭാഗങ്ങൾ സ്പർശിക്കുന്ന സലീം ഫൈദിയുടെ പ്രഭാഷണം നമ്മൾ ശ്രവിച്ചു. ഇനി ആളുകൾക്ക് വല്ല സംശയങ്ങളും ചോദിക്കാനുണ്ടെങ്കിൽ അതിനവസരം നൽകേണ്ടുന്ന സാഹചര്യത്തിലാണ്. വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ മുന്നിലേലും ഒന്നിരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണത്തിന്റെ ഇടയിലും അവർക്ക് സംശയം ചോദിക്കാം. അപ്പോൾ നമുക്ക് ആ സംശയങ്ങൾക്കുള്ള നിവാരണം കൂടെ പറയുകയും ചെയ്യാം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ വഴിയിലേക്ക് വാസിലാക്കുന്ന മഹത്തായ തരീഖത്ത്, ആ തരീഖത്തുകളെയും ഇസ്ലാമിന്റെ അഖായിദുകളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് കടന്നുവന്ന പുത്തൻ പ്രസ്ഥാനക്കാരായ വഹാബികൾ, മൗദൂദികൾ, തബ്ലീഗുകാർ പോലുള്ളവരെ പ്രതിരോധിക്കാൻ, കള്ളത്തരീഖത്തുകളുടെ തനിനിറം സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാനും വളരെയധികം വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 1400 കൊല്ലത്തെ ഇസ്ലാമിക പാരമ്പര്യം നമ്മുടെ കേരളത്തിലുണ്ട്. ഈ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഇവരെല്ലാവരും തന്നെ ശരീഅത്തിന്റെ എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ബാഹ്യമായ വിശ്വാസ ആചാരങ്ങളുടെ കാര്യത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും അണിനിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, തഖ്വയുടെ ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മശായിഖുമാരുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ തർബിയത്ത് സ്വീകരിക്കുകയും ചെയ്തു പോന്ന ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട്. മശായിഖുമാരുമായിട്ട് ഒരു നിലക്കല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിധത്തിൽ എന്തെങ്കിലും ഒരു ബന്ധമില്ലാത്ത ഒരൊറ്റ മുസ്ലിമും പോയ കഴിഞ്ഞ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരു ഷെയ്ഖിന്റെ അടുക്കൽ പോയിട്ട് ദിക്റും അമലും വാങ്ങി ജീവിച്ചവരായിരുന്നു എന്ന് നമ്മളാരും പറയുന്നില്ല. ഒരു ഷെയ്ഖിന്റെ അടുക്കൽ പോയിട്ട് ദിക്റും അമലും വാങ്ങി വന്നെങ്കിൽ മാത്രമേ അയാൾ മുഅ്മിനാവുകയുള്ളൂ. അതല്ലെങ്കിൽ ആലുവക്കാരന്റെ അടുക്കൽ പോയിട്ട് അയാളുടെ കീഴിൽ ജീവിച്ചാൽ മാത്രമേ മുഅ്മിനാവുകയുള്ളൂ എന്നൊരു വാദം ഇസ്ലാമിക ലോകത്തിനെതിരാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഞാൻ ഓതിവെച്ച ആയത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നത് എന്താ? അംഗീകരിക്കപ്പെട്ട ഏതൊരു മുഅ്മിനും മുസ്ലിമാണ്. അംഗീകരിക്കപ്പെട്ട ഏതൊരു മുസ്ലിമും മുഅ്മിനുമാണ്. നമ്മൾ
ഈ കേട്ട ആയത്തിൽ തന്നെ ഖുർആൻ അക്കാര്യം സൂചിപ്പിച്ചില്ലേ? ഇൻ കുന്തും ആമൻതും ബില്ലാഹ് ഫഅലൈഹി തവക്കലു. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തവക്കുലായി ജീവിക്കണം. ഇൻ കുന്തും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ. അപ്പൊ മുഅ്മിനാവുക മുസ്ലിമാവുക എന്നുള്ളത് ഒരേ അർത്ഥത്തിലാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, പക്ഷെ മുഅ്മിനല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ മുഅ്മിനീങ്ങളുമാണ്, മുസ്ലിമല്ല എന്ന് പറയാൻ പറ്റുമോ? മുഅ്മിനായി അംഗീകരിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനും മുസ്ലിമുമാണ്, മുസ്ലിമായി അംഗീകരിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനും മുഅ്മിനുമാണ്. ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യഖണ്ഡേനയുള്ള അഭിപ്രായമാണ്. ലാ നിസാഅ ഫീ ഹാദിഹിൽ മസ്അല, ഈ വിഷയത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ആലുവക്കാരൻ യൂസുഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വന്നിട്ടൊരു വാദം, അയാളുടെ തരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ മാത്രമേ മുഅ്മിനാവുള്ളൂ, അല്ലാത്തവര് മുസ്ലിമേ ആയിട്ടുള്ളൂ. അപ്പൊ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആലുവയിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കലാണ്, അല്ലാത്തവരൊക്കെ മുസ്ലിമേ ആയിട്ടുള്ളൂ. ഷഹാദത്ത് കലിമയിൽ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിമേ ആയിട്ടുള്ളൂ. ഇങ്ങനെ കുഫറിന്റെയും ഈമാനിന്റെയും ഇടയിൽ മറ്റൊരു സ്ഥാനം പതിച്ചു നൽകി എന്നുള്ള ഇത് പഴയ കാലത്ത് നമ്മുടെ ഇമാമുമാർ ഹശ്വിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നേരിട്ട് കൊണ്ട് ചെറുത്തു തോൽപ്പിച്ച പുത്തനാശയക്കാരുടെ വാദമാണിത്. മുഅ്മിനായ ആളുകളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, മുസ്ലിമായ ആളുകളെല്ലാവരും മുഅ്മിനീങ്ങളുമാണ്. ഇക്കാര്യത്തിൽ ഇസ്ലാമിക ലോകത്ത് തർക്കമില്ല. ഇത് ഇജ്മാഅയ മസ്അലയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുസ്ലിമിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായിരിക്കുന്ന ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫത്ഹുൽ മുബീനിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ സബീബി തന്റെ ഇത്ഹാഫിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായിരിക്കുന്ന ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ അഖായിദിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പുത്തൻ വാദം തന്റെ അടുക്കൽ വന്ന് മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ മാത്രമേ മുഅ്മിനാകുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അവരിൽ ഏത് മശായിഖിന്റെ അടുക്കൽ പോയിട്ടും കാര്യമില്ല എന്നാണ്. ബഹുമാനപ്പെട്ട കന്നേല മൗല റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ അടുക്കൽ പോയിട്ട് അമലും ദിക്റൊക്കെ വാങ്ങിയിട്ട് ജീവിക്കുന്ന ആളുകൾ, അവരിങ്ങനെ പരസ്യമായിട്ട് കൊട്ടിപ്പാടി നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. അത് മഹാനവറുകളുടെ ഒരു റൂട്ടാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളെ ഈ ആലുവക്കാർ ചെന്നിട്ട് സമീപിച്ച് പറയാൻ, നിങ്ങളെ തരീഖത്തിലൊന്നും ഈമാനില്ല, അത് വിട്ട് ഒഴിവാക്കിയിട്ട് ഞങ്ങളടുത്തേക്ക് വരീന്നാ പറഞ്ഞത്. ഇങ്ങനെ ആളുകളെ കൺഫ്യൂഷൻ ആക്കിയിട്ട് ആളുകൾക്ക് ഈമാനില്ല, ഈമാനില്ലാത്ത ജനസഞ്ചയമാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എന്നുള്ള ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഈ മനുഷ്യൻ. ഇവരുടെ ആളുകൾ പറയുന്നത് എന്താണ്? മഹാന്മാരായിരിക്കുന്ന കേരളത്തിന്റെ ഉലമാക്കൾ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച് ഇവർ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ചാരനാണ് എന്നാണ് ഇവർ ഉന്നയിച്ചത്. ഇവർ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവരുടെ തെറ്റായ അഭിപ്രായങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് മുമ്പ് ഇവരെഴുതിയത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖാദിരിയ തരീഖത്തിന്റെ ശൈഖായിരുന്നു എന്നാണ്. ഖാദിരിയ തരീഖത്തിന്റെ ശൈഖായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ, മഹാനായിരുന്നു എന്നാണ് ഇവർ എഴുതിയത്. ഇപ്പൊ ഇവര് പ്രസംഗിച്ച് നടക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ചാരനാണ്. മഹാനായ ഖാദിരിയ തരീഖത്തിന്റെ ശൈഖായിരുന്നു എന്ന് ഇവർ തന്നെ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച് ഇവർ പറഞ്ഞത്, ഇപ്പോൾ ഇവർ പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ ചാരനാണ്, വഹാബിയാണ്. ഇതെന്ത് തരീഖത്താണ്? മഹാന്മാരായ ഔലിയാക്കളെ ഈ കോലത്തിൽ നീചന്മാരായിട്ട് മുദ്ര കുത്തുന്നവർ മാത്രവുമല്ല, പരസ്യമായിട്ട് ഈ ശൈഖും അനുയായികളും എന്ന് പ്രസംഗിച്ച് നടക്കുന്നത് കേരളത്തിന്റെ മഹാന്മാരായ ഉലമാക്കൾ അവരിൽ ലൈംഗിക അരാജകത്വത്തിന്റെ അപ്പോസ്തലന്മാരാണ്, വ്യഭിചാരത്തിന്റെയും സ്വവർഗരതിയുടെയും ആളുകളാണെന്നാണ് ഇവരെ പ്രസംഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ? സ്വന്തത്തിന്റെ ആ കാര്യങ്ങളായിരിക്കും ഈ പറയുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. പക്ഷെ ഇവർ പരസ്യമായി എഴുതി വെച്ച രേഖകൾ ഞങ്ങൾ എടുക്കലുണ്ട്. മഹാന്മാരായ ഉലമാക്കളെ സംബന്ധിച്ച് ഇവർ പറയുകയാണ്. മാത്രവുമല്ല, ഈ യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ആൾക്ക് ആകെ അയാൾക്ക് ഒരു അറിവ് മാത്രമാണുള്ളത്, ഒറ്റ അറിവ് മാത്രമാണുള്ളത്.
എന്താണ്? വേറെ അയാൾക്ക് ശരീരത്തിനെ സംബന്ധിച്ചോ തരീക്കത്തിനെ സംബന്ധിച്ചോ ഒരു കാഴ്ചപ്പാടുമില്ല. ആകെ ഒരു അറിവ് മാത്രമാണ് മുരീദുമാർക്ക് അയാൾ പകർന്നു കൊടുത്തിട്ടുള്ളത്. അതെന്താണ്? മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു അറിവ്. അത് യൂസുഫ് സുൽത്താന്റെ ഷെയ്ഖാൻ എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് യമനി അയാളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് മുരീദുമാർക്കിടയിൽ ഇയാൾ സപ്ലൈ ചെയ്യുന്നത്. എന്താണ്? ആദം നബി അലൈഹിസ്സലാമിനെ പടക്കാൻ വേണ്ടി 5 ആളുകളെ അല്ലാഹു തആല ചുമതലയേൽപ്പിക്കാം. പഴയ കാലത്തുള്ള സംഭവമാണ്, മലായിക്കത്തിന്റെ ലോകത്തുള്ള സംഭവമാണ്. ആരൊക്കെയാണ് 5 ആൾക്കാരും അറിയോ? 1 ജിബ്രീൽ അലൈഹിസ്സലാം, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം, 4 അസ്റായിൽ അലൈഹിസ്സലാം, 5 ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസും കൂടി ഒരു കൂടി കൊടുക്കാം. ഇബ്ലീസിനോട് അള്ളാഹു കൽപ്പിച്ചു എന്നാ പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കാൻ വേണ്ടിയുള്ള മണ്ണ് അത് കുഴച്ചുണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ഇവർ 5 പേരും കൂടിയിട്ട് മനോഹരമായ ഒരു രൂപം ഉണ്ടാക്കി, ഒരു മനുഷ്യകോലം. അങ്ങനെ ഈ മനുഷ്യകോലം ഉണ്ടാക്കിയതിൽ മലായിക്കത്തുകൾക്ക് അഹങ്കാരവും അഹന്തയും തോന്നുകയാണ്. ഞങ്ങളാണ് നഹ്നു മൂജിദുൽ കുൽ, ഹം മൂജിദുൽ കുൽ, ഞങ്ങളാണ് എല്ലാത്തിന്റെയും നിർമ്മാതാക്കൾ എന്നവര് അഹംഭാവം പുലർത്തുകയാണ്. ഇയാൾ പറഞ്ഞു കൊടുക്കുന്ന കഥ കേട്ടോ, നമ്മൾ പറയുന്ന കഥയല്ല. പക്ഷേ അള്ളാഹുവിനിക്ക് ആ രൂപം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹു ആ രൂപത്തിന്റെ തലകത്ത് മുറിച്ചു മാറ്റിയെന്നവർ ഒറ്റ വെട്ടിന് തല ആ ഉടലിൽ നിന്ന് വേർപ്പെടുത്തി. അങ്ങനെ 10,000-കണക്കിന് വർഷക്കാലം പിന്നെ അങ്ങനെ കൈകൂടി. മലായികത്ത് പറയാൻ തുടങ്ങി, പടച്ചമ്പുരാൻ മറന്നുപോയിട്ടുണ്ടാവും ആദം നബിന്റെ കാര്യം, അള്ളാഹു തആല മറന്നിട്ടുണ്ടാകുന്നേ. ഇവരെഴുതിയതാണ്. ഇയാള് പഠിപ്പിച്ചു കൊടുക്കുന്ന, തെൽക്കീന് ശേഷം മുരീദിന് പഠിപ്പിച്ചു കൊടുക്കുന്ന വിജ്ഞാനത്തിന്റെ അനർഘമായ മുത്താണ് ഈ പറയുന്നത്. ആ കോലത്തിന്റെ മേലിൽ മലായികത്തുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാൻ തുടങ്ങി. എന്താ പടച്ചോന് തല മുറിച്ച് കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാത്തത്? പടച്ചതമ്പുരാൻ മറവി പറ്റിയോ? മലായികത്ത് കോപാകുലരായി, അവർക്ക് ദേഷ്യം വന്നു. അങ്ങനെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെയും റിസാലത്തിന്റെയും കലിമകളിൽ നിന്നുള്ള ഓരോ വാക്കുകളെ കൊണ്ട് ആ രൂപത്തിന്റെ മേൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ആദമിന് തലവരികയും ആദമിന് ജീവൻ വെക്കുകയും വലതുഭാഗത്ത് ഹൃദയം സ്ഥാപിക്കുകയും ഇടതുഭാഗത്ത് ഹൃദയം സ്ഥാപിക്കുകയും ആത്മാവിനെ പിച്ച് ചെയ്യുകയും അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന് ജീവൻ നൽകുകയും ആദം നബി അലൈഹിസ്സലാമിന് താടി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആദം നബി അലൈഹിസ്സലാമിന് താടി ഉണ്ടായിട്ടില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന് താടി ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഇവരുടെ ഈ കഥയിൽ പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ താടി വന്നു. അപ്പൊ മലായിക ഇങ്ങനെ ഒരു കൃത്രിമമായ കഥയുണ്ടാക്കിയിട്ട് ആ കഥയിലുടനീളം മലായികത്തിന്റെ ബഹുമാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങളും ആശയങ്ങളും കയറ്റിക്കൂട്ടിയിട്ട് മലായികത്തിനെ കൊച്ചാക്കുന്ന ഒരു വിജ്ഞാനം അല്ലെങ്കിൽ ഒരു അറിവ്, കശ്മിന്റെ അറിവാണ്, ഷെയ്ഖ് പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പ്രസ്ഥാനത്തിന്റെ പിളവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് മറുപടി എഴുതി, മലക്കുകള് അള്ളാഹുവിനോട് ആ തൃപ്തി രേഖപ്പെടുത്തിയ സംഭവം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? നിങ്ങളെടുക്കലുണ്ടോ ഒരു പുസ്തകം? ഞാനത് വായിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് പടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അത് വേണമോ എന്ന് അതൃപ്തി പ്രകടിപ്പിച്ചു. മലക്കുകൾ അള്ളാഹുവിനോട് അതൃപ്തി പ്രകടിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ മലായികത്ത് അള്ളാഹുവിനോട് അതൃപ്തി പ്രകടിപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അള്ളാഹു എന്താ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. മലക്കുകളോട് റബ്ബ് പറഞ്ഞ ആ സന്ദർഭത്തെ ഓർക്കുക നബിയെ, ഞാൻ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ ആക്കുവാൻ പോവുകയാണ്. قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. റബ്ബേ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന വിഭാഗത്തെ നീ പടക്കണമോ? നിനക്ക് തസ്ബീഹ് ചെല്ലാനും തഖ്ദീസ് ചെയ്യാനും ഞങ്ങളുണ്ടല്ലോ എന്ന് മലക്കുകൾ അതൊരിക്കലും തന്നെ അവര് അള്ളാഹുവിനോട് ഒരു ഇഅ്തിറാദിന്റെ ഭാഷയിൽ അതല്ലെങ്കിൽ ഒരു വിമർശനത്തിന്റെ സ്വരത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചതല്ല. ഭാവിയിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാകുമല്ലോ എന്നുള്ള വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്.
അല്ലാതെ അത് അതിർത്തി രേഖപ്പെടുത്തിയതല്ല എന്ന് നമ്മുടെ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുമ്പോൾ ഇവരുടെ ചരിത്രത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി മലക്കുകളിൽ അഹന്തയും കോപവും ദേഷ്യവും അള്ളാഹുവിനെ സംബന്ധിച്ച് മറവി ആരോപണവും ചാടിക്കളിക്കലും പാറിക്കളിക്കലും ഇബ്ലീസിന്റെ കൂട്ടുകെട്ടും എല്ലാം കൂടി അവതരിപ്പിച്ചപ്പോൾ അതിൽ വന്ന ജാള്യത മറച്ചുവെക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ഇങ്ങനൊരു സംഭാഷണം നടത്തിയതിനെ കുറിച്ച് പടച്ച തമ്പുരാനോട് അതൃപ്തി രേഖപ്പെടുത്തിയതാണെന്ന് പരസ്യമായിട്ട് ഇവരുടെ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. ഒന്നിനെ ന്യായീകരിക്കുവാൻ വേണ്ടി മറ്റൊരു കളവ് പറഞ്ഞുണ്ടാക്കി. ഇത് തരീഖത്തിന്റെ പേരാണോ? നിങ്ങൾ നോക്കൂ, നേരത്തെ നമ്മൾ കേട്ടില്ലേ, മഹാന്മാരായ ഫുഖഹാക്കൾ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അള്ളാഹു വല്ലവനിക്കും ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ ഫിഖ്ഹിന്റെ പണ്ഡിതനാക്കുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കർമ്മശാസ്ത്രജ്ഞനാക്കുമെന്ന്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, ഹദീസ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഫഖീഹാക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഫുഖഹാക്കളെ സംബന്ധിച്ച് ഇവർ പറഞ്ഞത് ആരിഫീങ്ങള് ചപ്പു ചവറിലേക്ക് കൊണ്ടിട്ടതായ വിജ്ഞാനത്തിന്റെ വാഹകരാണ് അവർ എന്നാണ്. ഇബ്ലീസ് ഛർദ്ദിച്ച വിജ്ഞാനമാണ് ഫത്ഹുൽ മുഈനിലും തുഹ്ഫയിലൊക്കെ ഉള്ളത്. 5 നേരം നിസ്കരിക്കണം, അതിന്റെ ഷർത്തും ഫർളും പറയുന്നത് ഈ വിജ്ഞാനം അമ്പിയാക്കൾ പഠിപ്പിച്ച വിജ്ഞാനമല്ലേ? അമ്പിയാക്കൾ പഠിപ്പിച്ചു തന്ന വിജ്ഞാനത്തെ കുറിച്ച് ഈ ആളുകൾ യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ജാഹിലായി മനുഷ്യന്റെ അനുയായികൾ എഴുതിവിട്ടത് ചപ്പു ചവറുകൾ എന്നാണ്. തൗബ ചെയ്യാതെ നിന്റെ ത്വരീഖത്ത് സ്വീകരിക്കൂലോ? തൗബ ചെയ്യണം. ഈ ചപ്പു ചവറ് എന്ന ഈ വാക്ക് ഇബ്ലീസിന്റെ വിജ്ഞാനം എന്ന് നിങ്ങൾ പ്രയോഗിച്ചില്ലേ? ഇബ്ലീസ് ഛർദ്ദിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഫിഖ്ഹിനെ സംബന്ധിച്ച്? മഹാന്മാരായിരിക്കുന്ന ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അമ്പിയാക്കളുടെ വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഇവിടെ പഠിപ്പിച്ച വിജ്ഞാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് രേഖപ്പെടുത്തിയപ്പോൾ ആ വിജ്ഞാന ശാഖയെ സംബന്ധിച്ച് ഇബ്ലീസിന്റെ വിജ്ഞാനമെന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശനമുന്നയിച്ചവന്റെ നാവിനെ അള്ളാഹു തആല എന്തു ചെയ്യും? തൗബ ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ 4 ദിക്ർ ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഏത് ദിക്റും സ്വീകാര്യമാവണമെന്നുണ്ടെങ്കിൽ നിലപാടുകളിൽ കൃത്യത വേണം, വിശ്വാസത്തിൽ കൃത്യത വേണം. നിങ്ങൾ നോക്കൂ, ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. മഹാനായിരിക്കുന്ന സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വളരെ കൃത്യമായിട്ട് തന്റെ ഗ്രന്ഥത്തിന്റെ 53-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? ഫിഖ്ഹിനെ സംബന്ധിച്ച് എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അത് ഇബ്ലീസിന്റെ വിജ്ഞാനമാണെന്നാണോ പറഞ്ഞത്? മഹാനവറുകൾ പറയുകയാണ്, ഫുഖഹാക്കളെയും പണ്ഡിതന്മാരെയും നിങ്ങൾ ബഹുമാനിക്കണം. ഔലിയാക്കളെ നിങ്ങൾ ബഹുമാനിക്കും പോലെ അള്ളാഹുവിലേക്കുള്ള റൂട്ട് ഒന്നാണ്. ശരീഅത്തിന്റെ ബാഹ്യമായ വശങ്ങളെ ഇവിടെ പഠിപ്പിച്ചു തരുന്നവരാണ് ഫുഖഹാക്കൾ. ഇസ്ലാമിന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു തരുന്ന മഹാപണ്ഡിതന്മാരാണവർ. അതുകൊണ്ട് അവരെ നിങ്ങൾ നിസ്സാരവൽക്കരിച്ചു പോകരുതേ, അവരെ നിങ്ങൾ ബഹുമാനിക്കണേ എന്ന് മഹാനായിരിക്കുന്ന സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇവരെന്താ പറഞ്ഞത്? ചാപ്പു ചവറാണെന്നാ പറഞ്ഞത്. ഈ ചപ്പു ചവറാണെന്നുള്ള വാക്ക് ഇതിനെക്കുറിച്ച് ഞങ്ങൾ പല സ്ഥലത്തും പറഞ്ഞപ്പോ ഇവരെന്താ പറഞ്ഞറിയോ? അത് ദാറുൽ ഹുദക്കാരോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്. ദാറുൽ ഹുദക്കാരോടുള്ള ദേഷ്യം കൊണ്ട് ഉമ്മാനെ പോയി തല്ല വേണ്ടത്? ദാറുൽ ഹുദക്കാരോടുള്ള ദേഷ്യത്തിന് ഫിഖ്ഹിനെ വിമർശിക്കാൻ പറ്റുമോ? ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയോടുള്ള ദേഷ്യം തീർക്കുവാൻ വേണ്ടി ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിലെ ചപ്പു ചവറായിട്ട് അവതരിപ്പിച്ചവർ,
അവർ തൗബ ചെയ്യാതെ അതിൽ നിന്ന് പിൻവാങ്ങാതെ ആ എഴുതിയത് തെറ്റായിരുന്നു, അത് നിർദ്ദേശിക്കുവാനുള്ള അതിന്റെ പേരിൽ ഞങ്ങളെ തർബിയത്ത് ചെയ്തുകൊണ്ട് നന്നാക്കുവാൻ ഞങ്ങളെ ശൈഖിന് സാധിച്ച ഞങ്ങളിതാ നിർവ്യാജം ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് പറയാതെ, അങ്ങനെ പ്രസ്താവിക്കാതെ, ഇസ്തിഗ്ഫാർ ചെയ്യാതെ, തൗബ ചെയ്യാതെ, പടച്ച തമ്പുരാനോട് മാപ്പിരക്കാതെ, ഫുഖഹാക്കളോട് ക്ഷമാപണം ചെയ്യാതെ, അമ്പിയാക്കളോട് ക്ഷമാപണം ചെയ്യാതെ, അമ്പിയാക്കളുടെ ഇൽമാകുന്ന വഹയിന്റെ മുമ്പിൽ ക്ഷമാപണം ചെയ്യാതെ എത്ര ദിക്ർ ചൊല്ലിയിട്ടും കാര്യമില്ല. അത്രമാത്രം കൊടും പാതകമാണ് അവർ ചെയ്തത്. ഞാൻ പറയട്ടെ, സ്വന്തം ഉമ്മയെ നടുറോട്ടിലിട്ട് വ്യഭിചരിക്കുന്നത് പോലും ഇത്ര വലിയ തെറ്റല്ല. സ്വന്തം ഉമ്മയെ നടുറോട്ടിലിട്ട് വ്യഭിചരിച്ചാൽ പോലും ഈ പറഞ്ഞതിനോളം അത് മഹാപാതകമാകില്ല. അത്രയും ഗൗരവപ്പെട്ട മഹാതെറ്റുമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ആളുകൾ ഇവരെങ്ങനെ തരീഖത്തിന്റെ ആൾക്കാരാകാം? നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് പിഴച്ച പ്രസ്ഥാനമാണ്, ഇത് ഇസ്ലാമിനെ അവഹേളിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരായിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കൃത്യമായി ബോധവൽക്കരിച്ചത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് വെറുതെ ഏതെങ്കിലും തരീഖത്തിന്റെ പ്രസ്ഥാനത്തെ എതിർക്കുക എന്നുള്ള ഒരു ശൈലി സമസ്തക്കില്ല. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നേരത്തെ തന്നെ കൃത്യമായ ബോധം സമസ്തക്കും അതിന്റെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. ഇവരുടെ തന്നെ ഒന്നാം ഖലീഫ എന്ന് പറയപ്പെടുന്ന കക്കാട് ജിഫ്രി തങ്ങളുടെ ഒരു ലേഖനം ഞങ്ങളുടെ കൈവശമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനങ്ങളിലൊക്കെ 10,000-കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് സുന്നി സമ്മേളനങ്ങൾ ഞാൻ പങ്കെടുത്തു, അതിലൊക്കെ 10,000-കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരൊറ്റ മുഅ്മിനെയും ഞാൻ കണ്ടില്ല. നിങ്ങൾ നോക്കണം, അദ്ദേഹം സ്റ്റേജ് മേരിക്കാറുണ്ടായിരുന്ന ആളാണല്ലോ. ആ സ്റ്റേജിന് ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് ഉണ്ടായിട്ടില്ലേ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിട്ടില്ലേ? പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ സമ്മേളനങ്ങളിലൊക്കെ മഹാനായിരിക്കുന്ന തൃപ്പരിച്ച് ഉസ്താദ് ഉണ്ടായിട്ടില്ലേ? മഹാനായിരിക്കുന്ന കന്യാല മൗലാ റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടായിട്ടില്ലേ? വലിയ വലിയ മഹാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിട്ടില്ലേ? ഒരൊറ്റ മുഅ്മിനെയും ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. ഇദ്ദേഹം എഴുതിയതാണ്, എന്റെ ബോക്സിൽ അതുണ്ട്. പിന്നെ ഇയാൾ മുഅ്മിനെ കണ്ടതെന്നാണെന്നറിയോ? ആലുവ യൂസുഫ് സുൽത്താന്റെ അടുക്കൽ പോയിട്ട് ബൈഅത്ത് ചെയ്തപ്പോഴാണ് ഇയാള് മുഅ്മിനെ കണ്ടത്. നഊദു ബില്ലാഹ്. ഈ വിശ്വാസം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഈ വിശ്വാസം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ലോകത്തുള്ള വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ ജീവിതം തന്നെ ദീനിന് വേണ്ടി ചെലവഴിച്ച മഹാന്മാർ, ആ മഹാന്മാരൊന്നും തന്നെ ഈമാനില്ലാത്തവരാണെന്ന്, അവർക്കൊക്കെ ഒരു ഇസ്ലാം മാത്രമാണുള്ളത് എന്നും അവർക്കൊന്നും ഈമാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ജാഹിലായ മനുഷ്യനാണ് മുഅ്മിൻ എന്ന് പറയുന്ന ഈ വിശ്വാസത്തിലേക്ക്. പക്ഷേ ഈ പറഞ്ഞ ഒന്നാം ഖലീഫയായ അഹമ്മദ് തങ്ങൾ പിന്നീട് അതിൽ നിന്ന് രാജിവെച്ചു പോന്നു. അദ്ദേഹം അവരുടെ ജീലാനി സ്റ്റഡി സെന്ററിന്റെ പ്രസിഡന്റായിരുന്നു. അയാൾ ഇവരുടെ തന്നെ ഒരു ചന്ദ്രികയിൽ വന്ന ഒരു സപ്ലിമെന്റ് ഉണ്ട്. ആ സപ്ലിമെന്റിൽ യൂസുഫ് സുൽത്താന്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ട് അവര് പറയുന്നുണ്ട്, കേരളത്തിൽ ഈ സംഘടനകൾ സ്ഥാപിച്ചത് അത് ജൂദായിസത്തിന്റെ പ്രവർത്തനമാണ്. സംഘടനാ പ്രവർത്തനം ജൂദായിസമാണ്. അതേ ആളുകൾ തന്നെ ഇപ്പോൾ ഒരുപാട് സംഘടനകളാണ്. അവർക്കിപ്പോ ഒരു പണ്ഡിത സഭയുണ്ട്, ജംഇയ്യത്തുൽ ഔസിയ്യ, അങ്ങനത്തെ ഒരു പണ്ഡിത സംഘടന. അതിലൊരു പ്രസിഡന്റും സെക്രട്ടറി. ജീലാനി സ്റ്റഡി സെന്റർ, അത് വേറെ സംഘടന. സംഘടനകൾ ജൂദായിസമാണ് എന്ന് ചന്ദ്രികയിൽ സപ്ലിമെന്റ് എഴുതിയ ഇതേ മനുഷ്യന്മാർ പിറ്റന്നാൾ ചന്ദ്രിക എടുത്ത് നോക്കുമ്പോണ്ട് അതിന്റെ അവസാന പേജിന്റെ സ്പോർട്സ് പേജിന്റെ ഇപ്പുറത്തെ പേജിൽ ജീലാനി സ്റ്റഡി സെന്റർ ഫദ്ലുല്ല ഫൈസി പ്രസിഡന്റ് എന്ന് കാണുന്നു. അപ്പൊ സംഘടന ജൂദായിസമാണെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ സംഘടന ഉണ്ടാക്കുന്നു.
മറ്റൊരു ലേഖനത്തിൽ അവർ ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത സഭയെ അതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഞങ്ങളുടെ ഖലീഫമാർ. ഇപ്പൊ പറയുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സംഘടനയാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് വഹാബികളുടെ സംഘടനയാണ്. അപ്പൊ നേരത്തെ എഴുതിയതോ? ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ സമൂഹമേ, എന്റെ മുസ്ലിമീങ്ങളെ, എന്റെ മുഅ്മിനീങ്ങളെ, ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെ പിഴച്ച പ്രസ്ഥാനമാണ്. നാം ആരുടെ പിന്നിലാണ് അണിനിരക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധമുണ്ടാവണം. നേരത്തെ ഷരീഫ് ഫൈസി പറഞ്ഞല്ലോ, ജാഹിൽ എന്ന് ഞങ്ങൾ വ്യക്തിപരമായിട്ട് വിമർശിക്കല്ല. ഞാൻ വലിയൊരു തരീഖത്തിന്റെ ശൈഖാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടാകേണ്ടുന്ന പ്രാഥമിക വിവരം പോലും ഇല്ലാത്തൊരാൾ, വിവരമില്ലായ്മ എന്നത് നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാര്യമല്ല. വിവരമില്ലായ്മ, ആർക്കെങ്കിലും ആവശ്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങളുടെ ശൈഖിന് വിവരമുണ്ട്, ഞങ്ങളത് തെളിയിക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ ആർക്കെങ്കിലും ചോദിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ വരാം. സൗഹൃദമായ അന്തരീക്ഷത്തിൽ ചോദിക്കാം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും, മൈക്ക് സംവിധാനവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ചോദിക്കാം. അല്ലെങ്കിൽ ഈമാനും ഇസ്ലാമും മുഅ്മിനായ ആളുകളെല്ലാം മുസ്ലിമായ ആളുകളെല്ലാം മുഅ്മിനല്ല എന്ന നിങ്ങളുടെ വാദം, ആ വാദം കിതാബിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്. അവിടെ എവിടെയാണ് പിഴവ്? സംശയം ചോദിക്കാം. അതിനുള്ള അവസരങ്ങൾ ഇതാ, ഇവിടെ ആരും ഒന്നും കാട്ടൂല. ഇതൊരു തുറന്ന വേദിയാണ്, വളരെ വ്യക്തമായിട്ട് ചോദിക്കാം. ഞങ്ങളിവിടെ പറഞ്ഞു, മുസ്ലിമായ ആളുകളെല്ലാവരും മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. ഇത് മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർ മാത്രമല്ല പറയുന്നത്, സാധാരണക്കാർ പോലും അറിയുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. മക്ബറയിൽ ചെല്ലുമ്പോൾ സലാം ചൊല്ലിയിട്ടാണല്ലോ ഖബർസ്ഥാനിലേക്ക് ചെല്ലാറുള്ളത്. നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഖബർസ്ഥാൻ നമ്മൾ ചെല്ലാറുള്ളത് സലാം ചൊല്ലിയിട്ടല്ലേ? എങ്ങനെ സലാം ചെല്ലാറുള്ളത്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളെ നിങ്ങളുടെ മേൽ സലാം ഉണ്ടാവട്ടെ എന്നാ. അപ്പൊ ആ ഖബറിൽ കിടക്കുന്ന ആളുകളിൽ തരീഖത്തിന്റെ അമല് സ്വീകരിച്ച ആളുകളുണ്ടാകും, തരീഖത്തിന്റെ അമല് സ്വീകരിക്കാത്ത ആളുകളുണ്ടാകും. ഇങ്ങനെ പല കോലത്തിലുള്ള ആളുകളുണ്ടാവും. അവരെല്ലാവരെ പറ്റി നമ്മൾ എന്താ പറയുന്നത്? റസൂൽ എന്താ പഠിപ്പിച്ചത്? അവരൊക്കെ മുഅ്മിനീങ്ങളാണെന്നാണ്. ആലുവ തരീഖത്തരം പറയുന്നത് അവരൊന്നും മുഅ്മിനീങ്ങളല്ല, അയാൾക്ക് മെമ്പർഷിപ്പ് എടുക്കണം, എങ്കിലേ മുഅ്മിനാകുള്ളൂ. ഇത് റസൂലിന്റെ അധ്യാപനത്തിനെതിരാണ്, വിശുദ്ധ ഖുർആനിനെതിരാണ്, തിരുഹദീസുകൾക്കെതിരാണ്, ഇസ്ലാമിക ലോകത്തിന്റെ കാലമത്രയും ഇജ്മാഇന് വിരുദ്ധമാണ്. അങ്ങനെ ഒരു ഇജ്മാ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ഏത് കിതാബിലുള്ളതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ആർക്കും ചോദിക്കാനുള്ള തുറന്ന അവസരമാണിത്. ആ 4 ചെയറുകൾ ചോദിക്കാർക്ക് വേണ്ടി സജ്ജീകരിച്ചതാണ്. മൈക്ക് സംവിധാനം ഇവിടെയുണ്ട്, നിങ്ങൾക്ക് വരാം, ആർക്കും വരാം. ഒരിക്കലും ഒരു വിഭാഗത്തെ അന്ധമായി വിമർശിക്കുക എന്നുള്ള സമീപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കില്ല. ആലുവ തരീഖത്തുകാര് 4 ദിക്റുകൾ ചെല്ലുകയാണെങ്കിൽ ചെല്ലി നടന്നോട്ടെ. പ്രാഥമികമായിട്ട് സമസ്തയുടെ നേതാക്കന്മാരൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ ഉള്ളടുത്തറിഞ്ഞപ്പോ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു പണ്ഡിതൻ കക്കിരിപ്പുറം ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഇജാസത്തും അമലും വാങ്ങി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ യൂസുഫ് സുൽത്താനെ കണ്ടുമുട്ടിയത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈമാൻ സലാമത്താവാൻ വേണ്ടി ദ്വാരക്കണം നമ്മൾ പറയാറില്ലേ? നമ്മളായാലും ഞാനായാലും നിങ്ങളായാലും ഒക്കെ പറയാറുണ്ട്. അപ്പൊ ഈ മലപ്പുറം ജില്ലയിലുള്ള ഈ പണ്ഡിതൻ യൂസുഫ് എന്ന് പറയുന്ന മനുഷ്യനോട് പറഞ്ഞു, എന്റെ ഈമാൻ സലാമത്താവാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോ അയാളുടെ പ്രതികരണം എന്തായിരുന്നു? ഈമാൻ സലാമത്താവാൻ ചെങ്ങ ഈമാൻ വേണ്ട, ആദ്യം ഈമാൻ സലാമത്താവാൻ ഈമാൻ വേണ്ടേ, എന്നിട്ടല്ലേ പിന്നെ ഈമാൻ സലാമത്താവല്. അതാ പ്രതികരിച്ചത്. മൊല്ലാക്ക ആടിനെ അർത്തെങ്കിൽ മാത്രമല്ലേ ആട് തിന്നാൻ പറ്റുള്ളൂ എന്നതുപോലെ എന്റെ അടുക്കൽ വന്നിട്ട് അമല് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈമാൻ കിട്ടുള്ളൂ. ഇയാളെ പ്രതികരണം. ഈ കോലത്തിൽ തന്റെ അടുക്കൽ വരാത്തവരുടെ ഈമാൻ ചത്ത ആടിനെ പോലെ ശവത്തെ പോലെയാണെന്ന് പ്രതികരിച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ നീചന്മാരും നികൃഷ്ടന്മാരുമായിട്ട് കാണുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രത്യേക സംസ്കാരം, ഒരു തീവ്രമായ സംസ്കാരത്തിലേക്ക് മുരീദുമാരെ കൊണ്ടെത്തിക്കുന്ന ഈ ശൈലി, ഇത് കേരളീയ പാരമ്പര്യത്തിൽ, പണ്ഡിത ലോകത്തിന്റെ പാരമ്പര്യത്തിൽ അംഗീകൃതമല്ല.
എന്റെ സഹോദരൻ വല്ലതും ചോദിക്കാൻ വേണ്ടിയാണോ വന്നിട്ടുള്ളത്? ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരങ്ങളെ, ഇതിന്റെ വിശാലമായ ഒരുപാട് കാര്യങ്ങളിലേക്ക് നീട്ടി അതിന്റെ എല്ലാ വശങ്ങളിലേക്കും സംസാരിക്കുവാനുള്ള സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായ ചോദ്യങ്ങൾക്ക് നൽകപ്പെടുന്ന ഉത്തരങ്ങളിൽ നമുക്ക് വിശാലമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ കേരളക്കരയിലാകെ പുത്തൻവാദം, തരീഖത്ത് എന്നിങ്ങനെ പറഞ്ഞ് കേരളത്തിലെ മുസ്ലിങ്ങളെ, എന്നെ പോലുള്ള സാധാരണക്കാരനെ മൊത്തം സംശയത്തിന്റെ വലയിലേക്ക് നീക്കിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. ഇത് ആരാണ് ഇവിടെ വരുത്തി തീർക്കുന്നത്? ഇന്നിപ്പോ ഈ തരീഖത്തിന്റെ ഒരു പ്രശ്നം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു? ഇതിനു മുന്നേ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പറഞ്ഞ് പല പ്രശ്നങ്ങൾ സാധാരണക്കാരായ മുസ്ലിങ്ങളെ മൊത്തം സംശയത്തിന്റെ പേരിൽ ഏത് വിശ്വസിക്കണം, ഏതാണ് ഇതിൽ ശരി? ഇപ്പോ 40 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു സംശയം വന്നു. ജമാഅത്ത് ഇസ്ലാമിന്റെ കുറച്ച് പ്രസംഗം കേട്ടു, അതുപോലെ മുജാഹിദിന്റെ കുറച്ച് പ്രസംഗം കേട്ടു, ഇപ്പൊ തരീഖത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടു. ഇതിൽ ഏത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ. അത് പോയി പഠിക്കാനുള്ളൊരു സമയമോ സാഹചര്യമോ അദ്ദേഹത്തിന് ഒത്തുവരുന്നില്ല. ഇതിനൊക്കെ കാരണം എവിടുന്നാണെന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഉറവിടം? അത് കണ്ടെത്തി സാധാരണക്കാർ മുസ്ലിങ്ങളിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ കൂടുതൽ വാദങ്ങൾക്ക് സമയം കൊടുക്കാതെ ഇതാണ് ശരി ഇങ്ങനെയാണ്, അല്ലാതെ മുഖാമുഖം പോലുള്ള പരിപാടികൾ അനാവശ്യ പരിപാടിയല്ലേ എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടിയാണ് ഈ മുഖാമുഖം. അത് നിങ്ങളെ ആളുകൾക്ക് സംശയം വരുന്നുണ്ടല്ലോ, അതെല്ലാം തീർക്കാൻ എന്തെങ്കിലും മാർഗം, അതാണ് മുഖാമുഖം. അനാവശ്യമല്ല, അത് ആവശ്യമാണ്. ഇവിടെ നമ്മുടെ കേരളക്കര പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്, കേരളക്കരയിലുള്ള സാഹചര്യമാണല്ലോ സുഹൃത്ത് വിശദീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് കേരളക്കരയെ സംബന്ധിച്ച് തന്നെ നമുക്ക് പറയാം. കേരളക്കരയിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലത്ത് ദീൻ എത്തിയെന്നതാണ്. ആ മഹാരഥന്മാരായ സ്വഹാബത്ത് ദീൻ എത്തിച്ച കേരളത്തിൽ അന്നു മുതൽ 1922 വരെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ വിശ്വാസപരമായി ഒറ്റക്കെട്ടായിരുന്നു. അവർ വിശ്വസിച്ചു പോരുന്നിരുന്ന ആശയങ്ങൾ വളരെ വ്യക്തമായി ഒരേ ഒരു വിഭാഗം, ഇവിടെ രണ്ടാമതൊരു കക്ഷിയില്ല. ആയിരക്കണക്കിന് കൊല്ലം, ഏതാണ്ട് 10-13 നൂറ്റാണ്ട് കാലം നിലനിന്ന പരിശുദ്ധ ദീനിന്റെ മനോഹരമായ പൈതൃകം 10-13 നൂറ്റാണ്ട് കാലം തെറ്റായ ഒരു വിശ്വാസ സരണി ദീനിന്റെ പേരിൽ നിലനിൽക്കൂല. ഇവിടെ ഒരുപാട് വിധത്തിന്റെ കക്ഷികൾ ലോക ചരിത്രത്തിൽ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. അതൊക്കെ യമപുരിയിലേക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 1920കളിലാണ് 22ലാണ് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായി ഒരു വിദേഹത്തിന്റെ കക്ഷി വന്നത്. അങ്ങനെ വിദേഹത്തിന്റെ കക്ഷി വന്നപ്പോ സ്വാഭാവികമായി എന്ത് വേണം? ഇത് പെട്ടെന്നുണ്ടായതല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ യഅ്ശ് മിൻകും ബഅദി, നിങ്ങൾ എന്റെ ശേഷം ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് ചിന്ന ഭിന്നതകൾ വരും. അവിടെ എന്ത് വേണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച മാർഗം 1920 വരെയുള്ള 22 വരെയുള്ള ഈ മഹിതമായ സാഹചര്യത്തിൽ ജീവിച്ചു വന്ന ആലിമീങ്ങൾ, ദീനിന്റെ പരിശുദ്ധരായ ആലിമീങ്ങൾ, അത് സമൂഹത്തിന് വിശദീകരിച്ചും പറഞ്ഞും വയന്നു പറഞ്ഞും മുഖാമുഖം നടത്തിയും സംവാദം നടത്തിയും അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യതയായി മാറി. അത് പൂർവ്വസൂരികളായ ഇമാമുകളുടെ കാലത്ത് പല സ്ഥലത്തും വിദേഹത്തിന്റെ കക്ഷികൾ വന്നപ്പോൾ അവരൊക്കെ ചെയ്തതാണ്. എക്സാമ്പിൾ, സ്വഹാബത്തിന്റെ കാലത്ത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന സമയത്ത് മുസൈലിമത്ത് എന്ന് പറയുന്ന വേറെ നബി വന്നിട്ട് പറയാ, കള്ള നബി, ഇല്ലാ നബിയാണ്. അയാൾക്ക് കുറച്ച് ആളുകളെ കിട്ടി. റസൂലുള്ള വഫാത്തായപ്പോൾ അയാൾ തടിച്ചു വീർത്തു. സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ അവരോട് യുദ്ധം ചെയ്യാൻ, അങ്ങനെയാ യമാമ യുദ്ധം നടന്നത്. അവർ ഭയങ്കര ജനബാഹുല്യം ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കിലുള്ള ആളുകൾ എന്നും വന്നിട്ടുണ്ട്, ഇനി ഉമ്മത്തിൽ വന്നുകൊണ്ടേയിരിക്കും.
ജൂതന്മാർ 71 ക്രിസ്ത്യാനികൾ 72 എന്റെ ഉമ്മത്ത് അവരെ കടത്തിവെട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെ എന്റെ ഉമ്മത്തിന്റെ ആലിമീങ്ങളും ആളുകളും ഒന്നിച്ചെന്ന് അവരെ പ്രതിരോധിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ദൗത്യമാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിക്കുന്ന ദൗത്യമാണ് ഇവിടെ കടന്നു വന്ന തരീഖത്തുകൾ വരുമ്പോ അതിനെപ്പറ്റി വസ്തുതാപരമായി പഠിച്ച ആളുകൾക്ക് സത്യം പറഞ്ഞു കൊടുക്കണം. മത്തിലാണെന്ന് മനസ്സിലായാൽ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അതിന് മറുമരുന്നുകളും മറുപ്രസംഗങ്ങളും നടന്നാൽ മുഖാമുഖമായ ആളുകൾക്ക് സംശയം നീക്കി കൊടുക്കണം. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇനി പിന്നെ അതിന്റെ ഒരു സൈഡായി വന്നത്, സാധാരണക്കാരായ എന്നെ പോലത്തെ ആളുകൾക്ക് ഇതൊന്നും തിരിയണില്ല. അത് തിരിയണം. വളരെ കൃത്യമായ വഴി, വളരെ കൃത്യമായി പറയുകയാണ്. എന്താണ് സാധാരണക്കാരായ ആളുകൾ ഇവിടെ അവലംബിക്കേണ്ട മാർഗം? അവലംബിക്കേണ്ട മാർഗം വളരെ കൃത്യമാണ്. ഇവിടെ 13 നൂറ്റാണ്ട് കാലം 1922 വരെയുള്ള ഒരു സരണിയും അതിനുശേഷം പുതുതായി വന്നൊരു സരണി ഉണ്ടാവുമ്പോ ഈ 22 വരെ 1922 വരെ നിന്ന സരണി, ആ സരണിയിലുള്ള ആലിമീങ്ങൾ പറഞ്ഞത്, അത് പാരമ്പര്യമായി വന്ന ആ ആലിമീങ്ങൾ പറഞ്ഞത്, അവർ പറഞ്ഞതാണ് സ്വീകരിക്കൽ. അതാണ് സാധാരണക്കാരൻ സ്വീകരിക്കേണ്ട മാർഗം. അങ്ങനെ നിലനിന്ന് വന്ന ആ സരണിയുടെ രൂപമാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ ആലിമീങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും. അപ്പൊ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നതിന്റെ ഭാഗമാണ് ആലുവ തരീഖത്തിനെ പറ്റി പഠിച്ചതും അത് ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് വിശദീകരിച്ചതും രാമന്തളിയിൽ ഇങ്ങനെ ഒരു വിശദീകരണം വേണ്ടി വന്നപ്പോൾ ഒരു മുഖാമുഖമായി വെച്ചതും. സഹോദരന് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. എനിക്ക് കംപ്ലൈന്റ് പറയാനുണ്ട് ഉസ്താദേ. ഞാൻ ആലുവയിൽ ആ ജിന്നിന്റെ അടുത്ത് പോയിട്ടുണ്ടായി. അയാളുടെ അടുത്ത് പോകുന്നവരെ എനിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. എന്റെ ശരീരത്തിനോ എനിക്കൊരു ശൈത്താനിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. അയാളുടെ അടുത്ത് പോയതിനു ശേഷം അയാൾ എന്റെ മേത്തൊന്ന് വന്ന് കയറ്റി തന്നിട്ടുണ്ട്. അതിന്റെ പടച്ചോനെല്ലാം ചീത്ത വിളിക്കുന്നു. എങ്ങനെ പോകുന്നില്ല. അയാൾ എന്നെ എന്തെല്ലോ റാഗെല്ലാം ചെയ്യുന്നു, മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, എന്തൊക്കെ പറയുന്ന ആള്. എന്റെ ശരീരത്തിൽ അയാൾ എന്തോ വൃത്തിയായിട്ട് എന്തോ ഡിസ്ചാർജം കയറ്റി തന്നിട്ടുണ്ട്. എനിക്ക് ശൈത്താനിക്കൊന്നും എന്റെ ശരീരത്തിൽ പൊരുത്തില്ല. അയാൾ ആഹിറത്തിൽ കൊല്ലും, അയാൾ വേളെ ഇല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ ഇങ്ങനത്തെ ചീത്ത ഡിസ്കൊന്നും എനിക്ക് പൊരുത്തില്ല. ഞങ്ങൾ പറഞ്ഞതിന്റെ ഒരു സാക്ഷിയാണ് ഇവിടെ രാമന്തളിയിൽ ഉണ്ടായത്. ഇങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇനി ഉണ്ടാകാം. എന്റെ വന്യ സുഹൃത്തിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ ജിന്ന്, ആ ശൈത്താൻ ഒഴിഞ്ഞു പോകാൻ ഇന്നത്തെ രാത്രി, വെള്ളിയാഴ്ച രാവ്, അതുപോലുള്ള നല്ല നല്ല ദിവസങ്ങൾ നിങ്ങൾക്കാവുന്നത്രയും തവണ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവകളിലേക്ക് നിങ്ങൾ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശൈത്താൻ ഇറങ്ങിപ്പോ. അല്ലാഹു തആല നിങ്ങളുടെ രോഗം മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. അസ്സലാമു അലൈക്കും. ഒരു തരീഖത്തുകാരൊരു വാദമായിട്ട് കേട്ടത്, ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹ് ഇല്ല എന്നാണ്. അത് പ്രമാണമായിട്ട് വല്ല തെളിവുണ്ടോ? അതിനെപ്പറ്റി അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യം വിശദീകരിച്ചത്. സുഹൃത്ത് തെറ്റിദ്ധരിച്ചതാണ്. അബ്ദുൾ റഷീദ് സാഹിബ് അങ്ങനെ പറയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനു ശേഷം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്ർ ഇല്ല എന്ന് അദ്ദേഹം പറയില്ല. ഒരാൾക്ക് ഈമാൻ മുഅ്മിനാവണമെന്നുണ്ടെങ്കിൽ തരീഖത്തിന്റെ ശൈഖിൽ നിന്ന് ലഭിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ ദിക്ർ കൊണ്ട് അമൽ ചെയ്തെങ്കിൽ മാത്രമേ അയാളുടെ ഈമാൻ സലാമത്താവുകയുള്ളൂ എന്ന വാദത്തെയാണ് ഖണ്ഡിച്ചിട്ടുള്ളത്. അങ്ങനെയായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹ് ഇല്ലാന്നല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ വാങ്ങ് കൊടുക്കുന്ന സമയത്ത് വരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചൊല്ലാറില്ലേ? അപ്പൊ അതില്ലാന്നല്ല, അദ്ദേഹം അങ്ങനെ പറയില്ല. മറിച്ച് ഇവർക്കൊരു വാദമുണ്ട്. എന്താണ്? തരീഖത്തിന്റെ മശായിഖുമാർ പല തരത്തിലുള്ള ദിക്റുകളാണ് കൈമാറുക. ചില മശായിഖുമാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കൈമാറും. അതൊക്കെ മുരീദിന്റെ
മാനസിക ശാരീരികമായ പല അവസ്ഥകളെയും പരിഗണിച്ചും പരിശോധിച്ചും കൊണ്ട് മശായിഖുമാർ കൈമാറുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈമാറുന്നവരുണ്ട്, ഇല്ലല്ലാഹ് കൈമാറുന്നവരുണ്ട്, അല്ലാഹ് കൈമാറുന്നവരുണ്ട്, ഹു എന്ന ദിക്ർ കൈമാറുന്നവരുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൈമാറുന്നവരുണ്ട്, മറ്റു കാര്യങ്ങൾ കൈമാറുന്നവരുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ദുല്ലനി അലാ അമലിൻ അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം നബിയെ എന്ന് പറഞ്ഞപ്പോ എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ എന്നാ പറഞ്ഞത്. അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അപ്പൊ പല ആളുകളോടും പല രൂപത്തിലാണ് റസൂലുള്ളാഹി വരേക്കുമുള്ള മശായിഖുമാരും അങ്ങനെയുള്ള ആളുകൾ ഖുലഫാക്കളൊക്കെ ചെയ്യാറുള്ളത്. ഇതിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്ർ കൈമാറിയെങ്കിൽ മാത്രമേ മുഅ്മിനാകുകയുള്ളൂ. ഈ വാദം ശരിയല്ല. അത്രേ പറഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ സായിദി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്? ജുമാക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരു ദിക്റില്ല എന്ന് ഉസ്താദ് ഒരിക്കലും പറയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് വ്യക്തമാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ദിക്ർ ചെല്ലാൻ വേണ്ടി റസൂലുള്ളാഹ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് കൂടി വ്യക്തമാക്കണം. അസ്സലാമു അലൈക്കും. ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിച്ചില്ല. ഞാനുമായി ബന്ധപ്പെട്ടൊരു വിഷയം കൊണ്ട് പറയാണ്. ഒന്നും പറയണ്ടെന്ന് കരുതിയിട്ടന്നെ വന്നിരുന്നത്. പക്ഷെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പിന്നെയും രണ്ട് ഉപചോദ്യമായി വന്നുകൊണ്ട് വീണ്ടും പറയുന്നുള്ളൂ. നേരത്തെ റൂമിൽ വന്ന കാര്യമൊക്കെ ഞാൻ ജുമാക്കും സ്വലാത്തിനും വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പണ്ഡിത ബാധ്യത നിൽക്കുന്ന ഒരു വിശദീകരണമാണ്. മറ്റാരെയും ഇകഴ്ത്താനോ ആക്ഷേപിക്കാനോ അല്ല. അങ്ങനെ സാധാരണ പള്ളിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്താറില്ല എന്നുകൂടി ഉണർത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയാണ്. അവർ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു ശൈലിയും കൂടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ദിക്ർ ഞാൻ ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയാലേ ഈമാൻ പൂർണ്ണമാകുകയുള്ളൂ, അങ്ങനെ ചൊല്ലുന്ന തരീഖത്തിൽ കൂടിയാലേ ഈമാൻ പൂർണ്ണമായി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ വാദത്തെയാണ് നമ്മൾ ഗണ്ണിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, അമുസ്ലിമായ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാണെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ദിക്ർ ചൊല്ലണം. അത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് വിശ്വസിച്ച് തന്നെ വരണം. അതേസമയം അങ്ങനെ ഈമാൻ കിട്ടിയ ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹി പറയാത്തതിന്റെ പേരിൽ ഈമാൻ കിട്ടാതായി പോവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയും ചൊല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹയും ചൊല്ലാം, അതല്ലാത്ത ദിക്റുകളും ചൊല്ലാം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ദിക്ർ ചൊല്ലിയാലേ ഈമാൻ പൂർണ്ണമാവും എന്ന വാദത്തെ ഞാൻ ഗണ്ണിച്ചത്. അതിന് ഉദാഹരണം കൂടി ഞാൻ ജുമാക്ക് പറഞ്ഞിട്ടുണ്ട്. പെരുമ്പയിലെത്തണമെങ്കിൽ പയ്യന്നൂരിൽ ടൗണിലൂടെ പയ്യന്നൂർ ടൗൺ വഴി പോയാലേ പയ്യന്നൂരിൽ എത്തൂ എന്നൊരാൾ വാദിച്ചു. അപ്പൊ ഞാൻ പറയുന്നു അങ്ങനെയല്ല. പെരുമ്പയിലെത്തണമെങ്കിൽ പയ്യന്നൂർ ടൗണിൽ ടച്ച് ചെയ്താലേ എത്തുകയുള്ളൂ എന്ന വാദം ശരിയല്ല. അതല്ലാത്ത വഴിയിലൂടെയും പെരുമ്പയിലെത്തും. അല്ലാത്ത ഇഷ്ടംപോലെ വഴികളുണ്ടല്ലോ, രാമന്തരിക്കാരോട് വിശദീകരിക്കേണ്ടയില്ല. അപ്പൊ അങ്ങനത്തെ വാദത്തെ ഗണ്ണിച്ചതിന്റെ പേരിൽ ഒരാൾ വന്ന് പറയാ ഇയാൾ പയ്യന്നൂർ പോണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വാദത്തിന്റെ നിരർത്ഥകത എത്രത്തോളായിരിക്കും? ഞാൻ പയ്യന്നൂർ പോണ്ടാന്ന് പറഞ്ഞതെന്താ? പയ്യന്നൂർ ടൗൺ ടച്ച് ചെയ്തിട്ടേ പെരുമ്പയിലെത്തൂ എന്ന വാദം ശരിയല്ല, മറ്റു വഴികളും ഉണ്ട്. ഇത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു ഇയാൾ പയ്യന്നൂർ പോകണ്ടെന്ന് പറഞ്ഞു, ഇയാൾ പയ്യന്നൂർ എന്ന ടൗണിന്റെ വിരോധിയാണ്. അങ്ങനെ പറഞ്ഞാലുള്ള നിരർത്ഥകത എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വാദം ശരിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലാം, അതല്ലാത്ത ദിക്ർ തന്നെ ഇവർ പറയുന്ന ദിക്റിന്റെ കൂട്ടത്തിൽ തന്നെ ഇബ്നു അത്താഉല്ലാഹ് സിഖറിന്റെ ഒരു കിതാബിലെ ഉദ്ധരണി അവർ വാദിച്ചു. അതിന്റെ ആ ഭാഗത്ത് തന്നെ അല്ലാഹ് എന്ന ദിക്റുണ്ട്, ഹൂ എന്ന ദിക്റുണ്ട്, ഇതൊക്കെ ചൊല്ലാൻ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ ഇല്ലാത്ത വാദങ്ങൾ ഉണ്ടാക്കി ജനസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടി ഇവരുടേത്. ഇതന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഞാനതിന് പറഞ്ഞു, ഇവർ പറഞ്ഞു ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു എന്ന് തന്നെ ജുമാക്ക് പറഞ്ഞിട്ട് ഇതുവരെ ഇറക്കിയിട്ടില്ല. 1.25 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ കേസറ്റ് നിറക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ ആളുകളുടെ തെറ്റിദ്ധാരണെങ്കിലും നിരത്താൻ, അത് തീർക്കാൻ സാധിക്കും. അതൊന്ന് ഇറക്കണം, ഒന്ന് കേണപേക്ഷിക്കുക. കാരണം ഇങ്ങനെയുള്ള വാദങ്ങൾ ഉണ്ട് എന്ന വസ്തുതയെ ഇല്ല എന്ന് തെളിയിക്കാനുള്ള നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണ്. അതുകൊണ്ടത് ഇറക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് കേണപേക്ഷിക്കുക. അസ്സലാമു അലൈക്കും.
നിങ്ങളെ ചോദ്യം പൂർണ്ണമായിട്ടില്ല. ഇല്ല, ഒന്നുകൂടി സംശയം കൂടി ചോദിക്കാം. എന്റെ അല്ല, ഇത് തീർന്നിട്ടില്ലേ? അത് തീർന്നു. അതിപ്പോ ഉസ്താദ് പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഉസ്താദിന് അങ്ങനെ വാദം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇത് എന്റെ ഒരു ചോദ്യമാണ്. ഉസ്താദ് ഇപ്പൊ മറ്റൊരു ഉസ്താദ് പറഞ്ഞു റസൂലുള്ള അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലാനാ പറഞ്ഞത്. അപ്പൊ റസൂലുള്ള നമ്മൾ സാധാരണ ചെല്ലുന്ന ദിക്റില് സാധാരണ നമ്മൾ പഠിക്കുന്നൊക്കെ ചെറുപ്പത്തിലേക്ക് ചെല്ലാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ദിക്റ് റസൂലുള്ളാഹി ചെല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ അറിയാൻ വേണ്ടി മാത്രം എന്റെ ചോദ്യമാണ്. സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ ദിക്റ് ചെല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ ചെറുപ്പത്തിലെ വീട്ടിൽ നിന്ന് ശീലിച്ചത്. അപ്പം ആ ദിക്റ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അങ്ങനെ സാധാരണ ചെല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ് ചെല്ലേണ്ടത്, അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണോ ചെല്ലേണ്ടത് എന്നാണ് എനിക്കറിയേണ്ടത്. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതന്നെയാണ്. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം. അലിയാർ തങ്ങൾക്ക് നിർദ്ദേശിച്ചു കൊടുത്ത ആ ഹദീസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറൊരുപാട് ഹദീസുകളിലും ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഇതുവരെയുള്ള നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടിയിട്ടുണ്ട്. ഏറ്റവും വലിയ ദിക്റാണല്ലോ ബാങ്ക്. ബാങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ? ഉമിർതു അൻ ഉഖാതില الناس ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലണം എന്ന് തന്നെയാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വേറെ ഹദീസിലുണ്ട്, ഇങ്ങനെയും ഹദീസുണ്ട്. വെറും അല്ലാഹ് എന്നുള്ള ദിക്ർ, യാ അയ്യുഹല്ലദീന ആമനൂ ദുകുറു ദിക്റൻ കസീറാ വസബ്ബിഹു ബുക്റതൻ വസീല, ദിക്ർ ചൊല്ലിക്കോളി എന്ന് അങ്ങനെ ആയത്തുണ്ട്. അത് ഏത് ദിക്റുമാവാം. യാ അയ്യുഹല്ലദീന ആമനൂ ദുകുറു ദിക്റൻ കസീറാ, ഏത് ദിക്റുമാവാം. ആ പ്രയോഗം മുത്തലഖാണ്. മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഏത് ദിക്റുമാവാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റാവാം, ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റാവാം, അല്ലാഹ് എന്നുള്ള ദിക്റാവാം, ഹു എന്നുള്ള ദിക്റാവാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ദിക്റാവാം. ഇതൊക്കെ ഹദീസുകളിൽ പല കോലത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നുകൊണ്ട് മാത്രമേ മുഅ്മിനാവുള്ളൂ എന്നുള്ള ആ വാദം ഉണ്ട്, അത് ശരിയല്ല. നമ്മൾ വെറുതെ പറയല്ല. ഇതിലെവിടെയാണ് പറഞ്ഞത് അല്ലേ? ഇത് പറയുന്നു. ഇതിൽ പറയാണ് ഷെയ്ഖ് അവറുകളും പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ മാറ്റുലിയും വ്യക്തമാക്കിയതും പിന്മാറിയ ഹുദവി കുട്ടികൾ ചോർത്തിയതുമാണ് എന്ന് പറഞ്ഞ് മുമ്പ് ഇങ്ങനെ പറഞ്ഞു പോരാ. ഇതിൽ പറയാണ്, എന്താ പറയുന്നത്? പരിശുദ്ധ കലിമയുടേതല്ലാത്ത ബാക്കി 13 കൊണ്ട് മുഅ്മിനാവുകയില്ല. അല്ലാഹു ഇല്ലല്ലാഹ് ഹാഹു യാ ഹയ്യു യാ ഖയ്യൂം അടക്കമുള്ള 13 എണ്ണവും കലിമയല്ലെന്ന് ഏത് പൊട്ടനും അറിയാം. കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമ കൊണ്ടല്ലാതെ മുഅ്മിനാവുകയില്ല എന്നുള്ള ഏത് പൊട്ടനും അറിയാം. ഇവിടെ അമുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. മുസ്ലിമീങ്ങളായ നമ്മൾ ഒരു ദിക്റിന്റെ അമൽ ചെയ്യുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് യൂസുഫ് സുൽത്താൻ അടുക്കലത് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ചെല്ലെങ്കിൽ മാത്രമേ മുഅ്മിനാകുള്ളൂ എന്നുള്ള വാദക്കാരാണ്. അതാണ് ഇവർ എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ഇവിടുത്തെ പണ്ഡിത ലോകം എന്ന് പറയുമ്പോ എന്നെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. കാരണം ഞാനൊരു പണ്ഡിതനല്ല. അല്ലെങ്കിൽ എന്നെ കുറിച്ച് നമ്മളൊന്നും ഇപ്പോ കല്യത്ത് ഉസ്താദിന്റെ മാതിരിയാണ്, ശംസുലമയുടെ മാതിരിയാണെന്നൊന്നും നമുക്കാർക്കും അവകാശവാദമില്ല. പക്ഷേ ഇവരുടെ ഒന്നാം ഖലീഫയായ അഹമ്മദ് ജിഫ്രി തങ്ങൾ അദ്ദേഹം ഇപ്പോ ആ മെമ്പർഷിപ്പിൽ നിന്ന് പിറകോട്ട് മാറി. ഇപ്പൊ അദ്ദേഹം ആലുവ തരീഖത്തിൽ രാജിവെച്ചു, ഒന്നാം ഖലീഫ രാജിവെച്ചു. അതിന് വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഈ ഷെയ്ഖുമായിട്ടുള്ള ചില യാത്രകളിൽ ഷെയ്ഖിന്റെ ചില വൈകൃതങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അത്തരം വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. വ്യക്തിപരമായ പരാമർശങ്ങൾ എന്നുള്ളത് ഞങ്ങളുടെ ശൈലിയുമല്ല. പക്ഷേ ഇവിടെ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാൾ വ്യക്തിയിലേക്കാണ് ജനങ്ങൾ ക്ഷണിക്കുന്നത്, പ്രസ്ഥാനത്തിലേക്കല്ല, ആശയത്തിലേക്കല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ആശയത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുമ്പോ ഒരു ഷെയ്ഖ് എന്ന് പറയുന്നത് തന്നിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത്. മനസ്സിലായില്ലേ? തന്നിലേക്കാണ് ആളുകൾ. അപ്പൊ തന്നിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ താൻ എല്ലാ അർത്ഥത്തിലും ശുദ്ധനായിരിക്കണം. ആ ശുദ്ധി പ്രക്രിയ തന്നിൽ കാണപ്പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഖിലാഫത്ത് സ്ഥാനം നൽകപ്പെട്ട ആളുകൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. ആ സംഭവമാണ് അഹമ്മദ് ജിഫ്രി തങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഷെയ്ഖിന്റെ ഈ വാദം, അഥവാ തന്റെ അടുക്കൽ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആ ദിക്ർ വാങ്ങുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ മുഅ്മിനാവുകയുള്ളൂ. അല്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലത്തെ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാരൊന്നുമല്ല, സാധാരണക്കാരല്ല, വലിയ വലിയ മഹാമനീഷികൾ, തൃപ്പഞ്ചി ഉസ്താദിനെ പോലുള്ള ആൾക്കാർ, കക്കിരിപ്പുറത്ത് ഉസ്താദിനെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മഹാന്മാരായിരിക്കുന്ന ആളുകൾ, 10,000ങ്ങളുടെ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ട് അവിടെ ഒന്നും ഒരു മുഅ്മിനും ഇല്ല എന്നാ പറഞ്ഞത്.
മുഅ്മിനെ കണ്ടത് ആലുവയിൽ വെച്ചിട്ടാണ്. ഈ വാദം ശരിയല്ല. ഇത് മാത്രമാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും. അഞ്ച് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മൾ പെട്ടെന്ന് നിർത്തുകയല്ല. നിയമപാലകർ ഒരുപാട് തവണകളായി ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിന്റെ അപ്പുറം പോകാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം ഉണ്ടായതുകൊണ്ട് അവർ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് കർശന നിർദ്ദേശമുള്ളത് കൊണ്ട് 5 മിനിറ്റേ ഉള്ളൂ. വേണ്ട ആളുകൾ പെട്ടെന്ന് ചോദിക്കണം. പ്രത്യേകിച്ചൊന്നും. മുറബിയായ എത്ര ശൈഖന്മാർ ഇന്ന് കേരളത്തിൽ? അതാണ് എന്റെ ചോദ്യം. തർബിയത്തിനെ സംബന്ധിച്ചു ഒരു വ്യക്തി ശൈഖാണെന്നതിനെ സംബന്ധിച്ചുമുള്ള അതൊരു വ്യക്തിപരമായ അഥവാ പ്രവാചകന്റെ നിയാബത്തിനെ, തന്റെ വ്യക്തിത്വം പ്രവാചകന്റെ പ്രതിനിധാനത്തെ പര്യാപ്തമാണെന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് തർബിയത്ത്. വിശാലമായി മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ്. ശൈഖാവുക, മുറബിയാവുക പോലുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ എന്നുള്ളത് പരസ്യമായി പ്രബോധനം ചെയ്യപ്പെടേണ്ടുന്ന ഒരു ആശയം അല്ല. അത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് സ്വകാര്യമായിട്ടുള്ള നമ്മുടെ സംഭാഷണങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരാം. അത് പറയട്ടെ, പരസ്യമായിട്ടുള്ള ഒരു വേദിയിൽ വെച്ചുകൊണ്ട് പറയുന്ന ഒരു ശൈലി, ഒരു നയം ഞങ്ങൾ ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല. അങ്ങനെ അറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പറയട്ടെ, അറിയില്ലെങ്കിൽ എന്തു ചെയ്യണം? നമുക്കൊരു ശൈഖിനെ കുറിച്ച് അറിവില്ല, ഒരു ശൈഖ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല. എന്നാൽ എന്ത് ചെയ്യണം? അതിന് വ്യക്തമായ അതിന്റെ പരിഹാരം മശായിഖുമാർ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് വ്യവസ്ഥാപിതമായിട്ട് ജീവിക്കാൻ അള്ളാഹു രക്ഷപ്പെടുത്തും. കാരണം നമ്മുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ, നമ്മുടെ ശ്രദ്ധയിൽ, നമ്മുടെ വിശ്വാസത്തിൽ അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ഉലമാക്കളുടെ അംഗീകാരത്തിന് വിധേയമാവുന്ന ഒരു ശൈഖ് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ എന്നാൽ നമ്മളൊക്കെ നരകത്ത് പോകുന്നല്ല. നമ്മൾ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അതുപോലെ തന്നെ മഹാന്മാരായിരിക്കുന്ന ഇമാമുകളുടെ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ ദോഷങ്ങളൊക്കെ വിട്ടുനിന്നിട്ട് ജീവിച്ചാൽ തന്നെ നമുക്ക് നജാത്തുണ്ടാകും, രക്ഷയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്റെ സംശയം, മുറബ്ബിയായ ശൈഖന്മാര് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടൂല എന്ന് കിതാബിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ നമ്മളെ മുമ്പിലില്ല മുറബ്ബിയായ ശൈഖന്മാർ ആരൊക്കെ? നിങ്ങളിപ്പം ത്വരീഖത്തിന്റെ ഈ ജീലാനി ശൈഖിനെ കുറിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം മുറബ്ബിയായ ശൈഖല്ല എന്ന് പറഞ്ഞു. മുറബ്ബിയായ ശൈഖിൻ ആര് ഈ കാലഘട്ടത്തിൽ നമുക്കറിയണ്ടേ? സാധാരണക്കാർക്ക് ഇത്തരം സംശയങ്ങൾ നമ്മൾ തീർത്തരുന്നു ഉസ്താദ്. എനിക്ക് മാത്രം പേഴ്സണലായിട്ട് തീർത്തരാൻ പറയുമ്പോൾ ശരിയല്ലല്ലേ? അല്ല, ഞാൻ പറയട്ടെ, മുറബ്ബിയായ ശൈഖുമാർ വെളിപ്പെടുകയില്ല എന്ന് കിതാബുകളിൽ പറഞ്ഞത് കള്ള ശൈഖന്മാര് ധാരാളം വെളിപ്പെട്ട സാഹചര്യം വന്നപ്പോൾ, കള്ള ശൈഖാര് ധാരാളം വെളിപ്പെടുന്ന ഒരു സാഹചര്യം പിൽക്കാലത്ത് വന്നപ്പോൾ മുറബ്ബിയായ ശൈഖന്മാര് പരസ്യമായ അവരുടെ ആ രംഗത്തിൽ നിന്ന് കുറെയൊക്കെ ഇങ്ങനെ ഉൾവലിയാൻ വേണ്ടി തുടങ്ങി എന്നൊരർത്ഥത്തിലാണ് ചില കിതാബുകളിലൊക്കെ അങ്ങനെയുള്ള ചില പരാമർശങ്ങളുള്ളത്. തീരെ ഉണ്ടാകൂല എന്നോ അല്ലെങ്കിൽ അത് അറ്റുപോയിരിക്കുന്നു, മുറിഞ്ഞു പോയിരിക്കുന്നു എന്നോ ഒന്നുള്ള ഒരു ശൈലിയിലല്ല കിതാബുകളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളത് തെറ്റിദ്ധരിച്ചതാണ്. ഉണ്ട്, ഉണ്ടാകും, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ അത് ആരാണ്, എന്താണ്, എവിടെയാണ് എന്നുള്ളത് പരസ്യമായൊരു വേദിയിലൂടെ പറയേണ്ടുന്ന ഒരു ആശയമല്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങൾ പറയില്ല. സമയം കഴിഞ്ഞതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 3 സലാത്തോടുകൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു